കേരളത്തിലെ ചില ജില്ലകൾ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ്. അതെ, നമുക്കറിയാം തിരുവനന്തപുരം പാർലമെൻറ്റ് അവർ വലിയ വിജയം പ്രതീക്ഷിച്ച ഒരു മണ്ഡലമാണ്. അതുപോലെ തന്നെ ആറ്റിങ്ങലിലും വിജയസാധ്യത നിൽക്കുന്നുണ്ട്. ഇതിനേക്കാൾ മുന്നേ തൃശ്ശൂർ അങ്ങ് നേടിയെടുത്തു. അത് വേറൊരു കാര്യം. അപ്പോൾ തിരുവനന്തപുരത്തും ജില്ലയിൽ വരുന്ന ചില നിയമസഭാ മണ്ഡലങ്ങൾ ബി ജെ പിക്ക് നേടിയെടുക്കാൻ പ്രയാസമില്ല എന്നാണ് അറിയുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി നേടിയിരിക്കുന്നു. അത് ജനങ്ങളിൽ ഒരു വലിയ ഒരു ഉത്സാഹവും വിശ്വാസവും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തിരുവനന്തപുരം ജില്ലയിൽ എത്ര സീറ്റ് വരെ നേടാനുള്ള സാധ്യതയാണ് കാണുന്നത്? ബി ജെ പി തിരുവനന്തപുരം ജില്ലയിൽ ഉറപ്പായിട്ടും 5 സീറ്റ് വിജയിച്ചിരിക്കും. അത് പറയാൻ കാരണം ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ്. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലുള്ള ആ ഒരു വോട്ടിൻ്റെ ശതമാനം വെച്ചാണ്. ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറിയതുകൊണ്ടാണ് നിയമസഭയിലെ തിരുവനന്തപുരം ജില്ല, പത്മനാഭൻ്റെ നാട്ടിൽ നിന്ന് ശ്രീ പത്മനാഭൻ്റെ 5 സീറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനകത്തുണ്ടാവും. അത് നമുക്ക് കൃത്യമായ എണ്ണമിട്ട് പറഞ്ഞു കറക്റ്റാണ്. നമുക്കറിയാം, ഒന്ന് നിയമമായിരിക്കും പറയുക. അതെ അല്ലേ? നിയമത്ത് അവിടെ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ കൗൺസിലർ കിട്ടിയിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. അവിടെ നേരത്തെ കെ മുരളീധരൻ എങ്ങനെയാണോ അക്കൗണ്ട് പൂട്ടിച്ചു, അതുപോലെ ഇടതുപക്ഷത്തെ ശിവൻകുട്ടി സഖാവ് മന്ത്രി അക്കൗണ്ട് പൂട്ടിച്ചു എന്ന് പറയുന്നു എങ്കിൽ തന്നെയും വ്യക്തമായ നിലപാട് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. നേമത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖർജി അസംബ്ലിയിലെത്തും. കാരണം അവിടുത്തെ മതാടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ്, ജാതിയടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് അവർ എടുത്തിട്ടുള്ളതിനേക്കാൾ അപ്പുറം കാൽക്കുലേഷൻ ഭാരതീയ ജനതാ പാർട്ടി ബൂത്ത് വരി കളക്ട് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനം കോൺഗ്രസ് ഈ കോർപ്പറേഷനിൽ ചെയ്തതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആ ഒരു 24-ൽ പരം കൗൺസിൽ കിട്ടി. ഇവർ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രി ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് എത്ര കിട്ടിയ 4 എണ്ണം. കോൺഗ്രസിനൊന്നും കിട്ടിയിട്ടില്ല, 0. നമ്മൾ കണക്കും തമ്മാനമാണ്. അപ്പോൾ ആദ്യത്തെ നിയമം തന്നെ പറയാവുന്നത്. അതെ, നിയമത്ത് സ്ഥാനാർത്ഥിയെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയം അവിടെ ഉറപ്പായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിയമമാണ് ഇവർക്ക് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം നേടേണ്ട വിജയവും. കാരണം 2021 അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതുകൊണ്ട് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. രണ്ടാമത് വരുന്നത് കഴക്കൂട്ടത്ത് വി മുരളീധരൻജി മത്സരിച്ചപ്പോൾ നല്ല വോട്ടിംഗാണ് കിട്ടിയിട്ടുള്ളത്. ഇന്ന് അവിടെ 22 കൗൺസിലർ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അതെ, ഇടതുപക്ഷത്തിന് 7 കിട്ടിയിട്ടുള്ളൂ. അപ്പം അത് പഴയ ആറ്റിങ്ങലിൻ്റെയും നെടുമങ്ങാടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയതായിട്ട് വന്നൊരു അസംബ്ലി മണ്ഡലമാണ്. നേമം, കഴക്കൂട്ടം നിയമസഭാ മണ്ഡലങ്ങളിലെ വാർഡുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനായിട്ട് ബി ജെ പി സഹായിച്ചത്. അങ്ങനെ അവിടുത്തെ ഈ നീണ്ട കാലം കേരളം ഭരിച്ചിട്ടും 8 മന്ത്രിമാർ യു പി എ കാലത്ത് കേന്ദ്രത്തിലുണ്ടായിരുന്നില്ല. രണ്ടാമത് 8 ഉണ്ടായിരുന്നു, ആദ്യം 6 ഉണ്ടായിരുന്നു. ഒന്നാം യു പി എ ഇടതുപക്ഷം പിന്തുണ കൊടുത്തപ്പോൾ. രണ്ടാം യു പി എയിൽ 8 മന്ത്രി. നമ്മുടെ ഇദ്ദേഹം വരെ മന്ത്രിയായിരുന്നു, വിദേശകാര്യ സഹമന്ത്രി ശശി തരൂർ. എന്നിട്ടില്ലാത്ത വികസനം, വിപ്ലവകരമായ വികസനമാണ് കഴക്കൂട്ടം കാരോട് ദേശീയപാത, ആക്കുളം പുതിയ ഉള്ളൂർ ജംഗ്ഷനിൽ വന്ന് കയറുന്ന റോഡ്, അത് കഴിഞ്ഞിട്ട് പാലം. ഇതൊക്കെ 8 മന്ത്രിമാരിരുന്നപ്പോൾ കോൺഗ്രസ്സിന് ചെയ്യാമായിരുന്നല്ലോ. വികസനം എന്തായാലും കഴക്കൂട്ടത്തെ ജനത, തിരുവനന്തപുരത്തെ ജനത കണ്ടില്ലെന്നാരും പറയുന്നില്ല. കഴക്കൂട്ടം മണ്ഡലത്തിന്റെ പുരോഗതി പുരോഗതി അത് മാത്രമല്ല, സ്പേസ് 2 ഉണ്ടായിരുന്ന കഴക്കൂട്ടത്തിനെ ഇന്ന് സ്പേസ് 5ലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. 3 സെക്ഷൻ വിജയം. ഏകദേശം ഇന്ന് ടെക്നോ പാർക്ക് എന്ന് പറയുന്നത് ആക്കുളം വരെ ആയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വ്യാവസായിക മേഖലയിലെ വൻ ഉണർവാണ് കേന്ദ്ര പദ്ധതിയിലെ ലുലു അവിടെ വന്നതിന് ശേഷം. മാർക്കറ്റിംഗ്, വസ്തുവിൻ്റെ വില. തിരുവനന്തപുരം ഹാർട്ട് ഓഫ് സിറ്റി എന്ന് പറയുന്നത് ഇന്ന് പ്രത്യേക, നമ്മുടെ ഡൽഹി സിറ്റി ആണെങ്കിലും വ്യവസായ സിറ്റി ഗുർഗാമാണ് അല്ലേ, ഹരിയാനയുടെ അടുത്ത് ഡൽഹി ബോർഡർ. അതേപോലെ ഒരു സെപ്പറേറ്റ് സിറ്റി കഴക്കൂട്ടത്ത് വന്നത്
കേന്ദ്രമന്ത്രി മുരളീധരൻ ആയതുകൊണ്ടാണ് വിവിധ പദ്ധതികൾ അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ മണ്ഡലത്തിലേക്ക് പോയാൽ ഇത് ഒരുപക്ഷെ വട്ടിയൂർക്കാവായിരിക്കും. വട്ടിയൂർക്കാവ് നമ്മൾ പറഞ്ഞതുപോലെ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കുവാൻ ശ്രീമാൻ K മുരളീധരൻ കച്ചകെട്ടി വരുന്നു. ഇന്നെന്തോ KPCCയുടെ ഉന്നതാധികാര സമിതി കൂടുമ്പോൾ സ്ഥാനാർത്ഥിയുടെ അന്തിമ രൂപം ഹൈക്കമാൻഡിന് അയക്കാൻ K മുരളീധരന്റെ പഴയ മണ്ഡലമാണ്. അതിശക്തമായ ത്രികോണ മത്സരം നടക്കാൻ പോകുന്ന മണ്ഡലവുമാണ്. VK പ്രശാന്തും K മുരളീധരനും നടൻ കൃഷ്ണകുമാറുമായിരിക്കും മത്സരിക്കുക. അതെ, അതുകൊണ്ട് ആ K മുരളീധരൻ സാറിൻ്റെ ആ മോഹം അടുപ്പിൽ വച്ചിരിക്കുന്ന വെള്ളമൊക്കെ വാങ്ങി വയ്ക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. എന്ത് വന്നാലും മുരളീധരനെ അവിടുന്ന് ഭാരതീയ ജനതാ പാർട്ടി കെട്ടുകെട്ടിക്കുവാൻ തീരുമാനിക്കും. കാരണം നേമത്ത് BJPയെ കെട്ടുകെട്ടിച്ചതുകൊണ്ട് K മുരളീധരൻ ഇനി അസംബ്ലിയിൽ വരികയില്ല എന്നുള്ള ഒരു തീരുമാനം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അവിടുത്തെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടടിസ്ഥാനത്തിൽ നോക്കുകയാണ് എങ്കിൽ കഴക്കൂട്ടത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ MLA ഉറപ്പായിട്ടുണ്ടാകും. അത് ഇത് വട്ടിയൂർക്കാവിൽ ഇപ്പോൾ BJPക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഒന്ന്, ഒരുപക്ഷെ കോർപ്പറേഷനിലെ നിരവധി വാർഡുകൾ ആ മണ്ഡലത്തിലുണ്ട്. അതെ, കാരണം ബുദ്ധിമുട്ട് ഓഫീസ് തിരുവനന്തപുരം സിറ്റിക്കകത്ത് വരുവാൻ വേണ്ടി നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് വന്നാലും 1 മണിക്കൂർ കൊണ്ട് സിറ്റിയിലെത്താൻ പറ്റും. പക്ഷേ വട്ടിയൂർക്കാവിൽ നിന്ന് ജോലിക്ക് വേണ്ടി സിറ്റിക്കകത്ത് വരണമെങ്കിൽ 1 മണിക്കൂറോളം ട്രാഫിക്കാണ്. കാഞ്ഞിരംപാറ ട്രാഫിക്, മരുതൻകുഴി ട്രാഫിക്, വട്ടിയൂർക്കാവ് ട്രാഫിക്, നെട്ടയം. ശുദ്ധജല ക്ഷാമം പരിഹരിക്കുവാൻ വട്ടിയൂർക്കാവിൻ്റെ കുടിവെള്ള പ്രശ്നത്തിന് വേണ്ടി കേന്ദ്ര ജല മിഷൻ കൊടുത്തിട്ടുള്ളത് പ്രശാന്ത് MLA അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ജനപ്രതിനിധി എന്നുള്ളതിൽ അദ്ദേഹം ഉപയോഗിച്ചു, ഇല്ലെന്ന് പറയുന്നില്ല. 2, കേന്ദ്ര ആവാസ് യോജന പദ്ധതി ഇവർ വകമാറ്റി ഇവിടെ EMS പദ്ധതി എന്ന് പറഞ്ഞ് ചെയ്തത് ഏറ്റവും കൂടുതൽ വീട് കോർപ്പറേഷൻ കൊടുത്തിട്ടുള്ളതും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വാർഡുകളിലാണ്. നല്ല പാവങ്ങൾക്ക് വീട് വിളിച്ചു കൊടുത്തു. 3ാമത് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പീയൂഷ് ഗോയലിൻ്റെ സൗരോർജ പദ്ധതി, പുരപ്പറ കറണ്ട് പദ്ധതി എന്ന് പറയുന്ന സൗരോർജ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത്, കേന്ദ്ര പദ്ധതിയിലെ ഫണ്ട് വിനിയോഗിച്ചിട്ടുള്ളത് പ്രശാന്ത് MLA വട്ടിയൂർക്കാവിലാണ്. ഇപ്പോൾ ഇതിനകത്ത് 3ാമത്തെ ഘടകം എന്ന് പറയുന്നത് ഒരുപക്ഷെ കൃഷ്ണകുമാറാണ് മത്സരിക്കുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഏതാണ്ട് ഒരു 2-2.5 വർഷമായിട്ട് ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. അവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വളരെ നിർധനരായിട്ടുള്ള ഒരു അവർക്ക് വീട് വെച്ച് കൊടുത്തു. അപ്പോൾ പിന്നെ അതുകൂടാതെ സ്ത്രീജനങ്ങളുടെ ഇടയിൽ വലിയ അംഗീകാരവും. കൃഷ്ണകുമാർ നല്ലൊരു പൊതുപ്രവർത്തനമാണ്, എനിക്കറിയാം. നടൻ എന്നുള്ളതിനപ്പുറത്ത് ഒരു ചാരിറ്റി പ്രവർത്തനം അദ്ദേഹം സിനിമയിലുള്ളപ്പോഴേ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കുറച്ച് എക്സ്പോർട്ട് ഉണ്ടായിരുന്നു, മലക്കറിയൊക്കെ അയക്കുന്ന പരിപാടി. എനിക്കപ്പോഴും ഈസ്റ്റ് വെസ്റ്റിൽ ഞാൻ എംപ്ലോയി ആയിരിക്കുമ്പോഴേ അറിയാം. അപ്പോഴും കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഭാഗം ചിൽഡ്രൻസിൻ്റെയും പാവങ്ങളുടെ ഉന്നമനത്തിന് ഒരു സിനിമയിൽ ഉണ്ടെങ്കിൽ തന്നെയും ഉണ്ടാക്കുന്ന കാശുകളെല്ലാം അദ്ദേഹത്തിനെല്ലാം പെൺകുട്ടികളാണ്. ആ ഒരു ചിന്തയിൽ എല്ലാ അദ്ദേഹത്തിൻ്റെ മക്കളെന്ന ചിന്തയിൽ കുഞ്ഞുങ്ങളുടെ പരിപാടി. ഞാൻ 2-3 പരിപാടിക്ക് വിളിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അവർക്കുള്ള കളിപ്പാട്ടങ്ങൾ, അവർക്കുള്ള നഴ്സറികളിലുള്ള സാധനങ്ങൾ, അമ്മമാർ ഓണങ്ങൾ വരുമ്പം അമ്മമാർക്ക് വസ്ത്രം കൊടുക്കും, ഓണക്കിറ്റുകൾ കൊടുക്കും. നമ്മളിപ്പോൾ ഒരു സാംസ്കാരിക സംഘടനയിലോ ക്ലബിലോ വിളിച്ചാലും അദ്ദേഹം അതിന് ഷെയർ ഇടും. എൻ്റെയും ഒരു സഹായം ഇതിലിരിക്കട്ടെ. 2ാമത് വട്ടിയൂർക്കാവിൽ താമസക്കാരനെന്നുള്ള നിലയിൽ നിറഞ്ഞു നിൽക്കുന്നു. നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ സ്ത്രീജനങ്ങളുടെ ഇടയിൽ ഒരു മിതത്വമായ പെരുമാറ്റവും കുലീനത്വവും കൃഷ്ണകുമാറിനൊരു ആകർഷണമാണ്. ഇനി നമ്മൾ 4ാമത്തെ മണ്ഡലത്തിലേക്ക് പോയാൽ അത് ഒരുപക്ഷെ കാണുന്നത് കാട്ടാക്കടയായിരിക്കും. അതെ അല്ലേ? ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന കാട്ടാക്കടയിലെ PK കൃഷ്ണദാസ് പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് തന്നെ നാളുകളായി. അതെ. അതിനോടൊപ്പം തന്നെ 5ാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ മണ്ഡലം. ആറ്റിങ്ങൽ സുധീറിനെ നേരത്തെ അവിടെ പ്രഖ്യാപിച്ചില്ല എങ്കിൽ തന്നെയും അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പറഞ്ഞു. സുധീർ എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ദളിത് മുഖമാണ്. കാരണം ABVPയിൽ കൂടി രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തിൻ്റെ സാധാ പ്രവർത്തകനായി കാര്യകർത്താവായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയിലെ യുവമോർച്ചയിലും വന്ന് ഞാൻ യുവമോർച്ചയിലുള്ളപ്പോൾ ഒക്കെ അറിയാം. നല്ലൊരു സംഘാടകനാണ്. അങ്ങനെ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയതും ഒന്നും പാർട്ടിക്ക് അടിത്തറ ഇല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് ചൈന എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല വോട്ടും പാറ്റന്റ് ഉണ്ടാക്കി 2ാം സ്ഥാനത്ത് വന്ന ഒരു യുവ നേതാവാണ് ആറ്റിങ്ങൽ.
അപ്പൊ നമുക്ക് ഈ 5 മണ്ഡലങ്ങള് കാട്ടാക്കട സംബന്ധിച്ച് ഇപ്പോഴത്തെ ലിങ്ക് റോഡിന് വേണ്ടി കൃഷ്ണദാസ് പണിയെടുക്കുന്നുണ്ട്. കൃഷ്ണദാസ് നേരെ റെയിൽവേ മിനിസ്റ്ററെ കണ്ടു, PWD മിനിസ്റ്റർ നിതിൻ ഗഡ്കരിയെ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജിയും കൃഷ്ണദാസും ചേർന്ന് ആ ലിങ്ക് റോഡെന്ന് പറയുമ്പം 6000 കുടുംബങ്ങളുടെ ഇതിൽ 13 പേര് മരിച്ചു. കാരണം 3.5 വർഷമായിട്ട് LA പ്രഖ്യാപിച്ച് നോട്ടിഫിക്കേഷൻ ചെയ്ത് അലൈൻമെൻറ്റ് കൊടുത്ത് സർവേ പൂർത്തിയായി സ്പെഷ്യൽ തഹസീൽദാരെ നെയ്യാറ്റിൻകരയിൽ നെടുമങ്ങാട് നിയോഗിച്ച് വസ്തു അക്വസിഷൻ ചെയ്ത് ഒറിജിനൽ പ്രമാണങ്ങൾ കരസ്ഥമാക്കി വച്ചിട്ട് ഈ 3.5 വർഷമായിട്ടും എല്ലാവരും മാറാൻ പറഞ്ഞിട്ട് അവർ വാടകയ്ക്ക് താമസിക്കുന്നു. വാടക കൊടുക്കാൻ നിവർത്തിയില്ല. കല്യാണം ഏകദേശം എനിക്കറിയാമെന്നുള്ള പള്ളിച്ചലും കാട്ടാക്കടയും പുളിമാത്തെല്ലാം 20-ൽ പരം കല്യാണം മാറ്റി വച്ചിരിക്കുന്നു. അപ്പോൾ ഇതിന് കൃഷ്ണദാസ് അടുത്ത കാലത്ത് അവിടെ ഒരു ജനകീയ സമിതി വിളിച്ച് അതൊക്കെ കൂടുതൽ അനുകൂലമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമാകും. നമ്മളെ കാണുന്ന മണ്ഡലങ്ങളും നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട, ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളായി എന്നീ 5 മണ്ഡലങ്ങൾ തിരുവനന്തപുരം അസംബ്ലിയിൽ ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര അനന്ത പത്മനാഭന്റെ നാട്ടിൽ വിജയിച്ച് ഏറ്റവും കൂടുതൽ MLA-മാർ അസംബ്ലിയിൽ ഉണ്ടാകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.